ആദ്യ ടൂർണമെന്റിലെ കിരീടത്തിന് ശേഷം മറ്റൊരു കപ്പിൽ മുത്തമിടാൻ കഴിയാത്ത ഇന്ത്യൻ ടീം 9ാം എഡിഷൻ ICC T20 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങുന്നു. ഇന്നുവരെ ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അയർലൻഡാണ് എ ഗ്രൂപ്പിൽ ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8 മണി മുതൽ ന്യൂയോർക്കിലെ നസാവു കൺട്രി സ്റ്റേഡിയത്തിലാണ് മത്സരം. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലിറങ്ങുന്ന ഇന്ത്യൻ ടീം വർഷങ്ങളായി ഇന്ത്യക്ക് അന്യായമായിരിക്കുന്ന ICC കിരീടത്തിലേക്കുള്ള ആദ്യ ചുവട് ശക്തമായി തന്നെ വയ്ക്കാനാണ് ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെ 60 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ വരവ്. അയർലൻഡ് സന്നാഹ മത്സരത്തിൽ ശ്രീലങ്കയോട് പരാജയപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ, അമേരിക്ക, കാനഡ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. 9-ാം തീയതി ന്യൂയോർക്കിൽ തന്നെയാണ് ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അയർലൻഡ് കടുപ്പപ്പെട്ട എതിരാളികളല്ല. എന്നാൽ ടൂർണമെന്റിൽ മികച്ച രീതിയിൽ തന്നെ മുന്നേറാനാണ് രോഹിത്തും സംഘവും ആലോചിക്കുന്നത്. പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുമ്പ് സീനിയർ താരങ്ങൾ സെറ്റാക്കാനാണ് രാഹുൽ ദ്രാവിഡ് പ്ലേയിങ് 11 സജ്ജമാക്കുക. പരിചയസമ്പന്നരായ താരങ്ങൾ തന്നെയാണ് ഐറിഷ് നിരയിലുള്ളത്. നായകൻ പോൾ സ്റ്റാർലിംഗ്, ജോഷ് ലിറ്റിൽ, ബൽബോണി, ഹാരി ടെക്ടൻ തുടങ്ങിയവരൊക്കെ മികവ് തെളിയിച്ചിട്ടുള്ളവരാണ്. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസനെ ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ ലോകകപ്പിനുള്ള 15-അംഗ ടീമിനെ പ്രഖ്യാപിച്ചത്. ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിൽ സഞ്ജുവിന് അവസരം നൽകി. ന്യൂയോർക്കിൽ എത്താൻ വൈകിയ വിരാട് കോഹ്ലിക്ക് പകരം രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായാണ് സഞ്ജു ഇറങ്ങിയത്. എന്നാൽ ആ അവസരം പ്രയോജനപ്പെടുത്താൻ സഞ്ജുവിന് കഴിഞ്ഞില്ല. 6 പന്തിൽ 1 റൺസ് മാത്രമെടുത്ത് സഞ്ജു പുറത്താകുകയായിരുന്നു. മത്സരത്തിൽ വിക്കറ്റ് കീപ്പറായത് സഞ്ജു ആയിരുന്നു. അതേസമയം അപകടത്തിന് ശേഷം കളത്തിലിറങ്ങിയ ഋഷഭ് പന്ത് 32 പന്തുകളിൽ 4 വീതം 4 അടിച്ച് 53 റൺസ് നേടിയിരുന്നു. ഇന്ന് കോഹ്ലി തിരിച്ചെത്തുമ്പോൾ സഞ്ജുവിന് ഇടമുണ്ടാകുമോ എന്നറിയാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്.